പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവന്റെ ഒരു ഏറ്റവും വലിയ പ്രവൃത്തി എന്നറിയാമോ? ഈ ഈസ് ഡൂയിങ് ഗുഡ്. അവൻ നന്മ ചെയ്തുകൊണ്ട്. നമ്മുടെ ചിന്ത എന്നറിയാമോ? നമ്മൾ ഈ നന്മ എന്ന് പറയുന്നത്, നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല. ഈ ഓവർ എംഫസിസ് ഓൺ വാട്ട് യു സേ ഫെയ്ത്ത്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം, വി സെൽഡം ഡു സംതിങ് ദാറ്റ് ഈസ് ഗുഡ്. എന്ത് തോന്നിവാസം കാണിച്ചിട്ട് നമ്മൾ പറയുന്നത് ഞാൻ കൃപയാലാണ് ജീവിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവന്റെ, ആത്മജ്ഞാനം പ്രാപിച്ചവന്റെ, ആത്മനിറവുള്ളവന്റെ, ആത്മാവ് ആവസിക്കുന്നവന് അത് പറയാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല എന്നുള്ളത് ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം. കാര്യം, നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് തന്നെ നന്മ ചെയ്യണമെന്ന്, അല്ലാതെ വേറെ നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നത്. എഫ് എസ് ലേഖനത്തിൽ ആ ഭാഗം ജസ്റ്റ് ഞാനത് വിശദമാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിക്കുക മാത്രം ചെയ്യുകയാണ്. എഫ് എസ് ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യം, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികളായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. വി ആർ പ്രീഡെസ്റ്റൈൻ. നമ്മൾ അതിനുവേണ്ടിയാണ് ദൈവം യേശുക്രിസ്തുവിൽ നമ്മളെ ജനിപ്പിച്ചത് തന്നെ. എന്തിനു വേണ്ടിയാണ്? സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? സൽപ്രവർത്തികൾക്ക് വേണ്ടി. മോളി പറഞ്ഞിട്ടുണ്ട്, സൽപ്രവർത്തി നമ്മുടെ രക്ഷയ്ക്ക് കാരണമൊന്നുമല്ല. കാരണം എന്താണ്? കൃപയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, വിശ്വാസം മൂലം. അല്ലാതെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് പോലും വേദോസപ്രകാരം അത്ര കറക്റ്റ് അല്ല. കാര്യം, നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലല്ല, എന്താലാണ്? കൃപയാലാണ്. വിശ്വാസം മൂലമാണ്. നമ്മളിത് റിസീവ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം, നമ്മൾ വിശ്വാസ മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? സൽപ്രവർത്തികൾക്കായിട്ട്, അല്ല വേറൊന്നിനുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് അവൻ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെന്താ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകൾ, why we are not thinking about charity, why we are not looking for good works? നമ്മളുടെ ഈ ഓവർ എംഫസിസ് ഓൺ ഗ്രേസ്, ഓർ ഗ്രേസ് ഒന്നും ഇപ്പം ആരും പറയത്തില്ല, കൃപയല്ല, മേ ബി വി സേ എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഫെയ്ത്ത്, അല്ലേ? ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? നന്മ ചെയ്യുക എന്നുള്ള ആ ദൈവിക ആസ്പെക്റ്റിനെ നമ്മൾ മറന്നു പോവുകയാണ്. എന്നാൽ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. യേശു എങ്ങനെയാണ് പിശാച് ബാധിച്ചവരെ പുറത്താക്കിയത്? പരിശുദ്ധാത്മാവിനാണ്, അല്ലേ? പരിശുദ്ധാത്മാവിന് അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? സോ ഹി വാസ് കാസ്റ്റിംഗ് ഔട്ട് ഡിമൺസ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹി വാസ് ഡൂയിങ് എവറിഥിങ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവൻ ആത്മാവിലായിരുന്നു. അവൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മ നിറവുള്ളവനായ യേശുവിന്റെ ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും ആത്മാവിൽ ചെയ്യുന്നതാണ്. അവനെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം, അല്ലെങ്കിൽ അവൻ ഭൂമിയിലായിരുന്ന when he was in the flesh, he wanted to see that he is filling people with the Holy Spirit. പരിശുദ്ധാത്മാവിന് 2 കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. ഒന്ന്, യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു he is the lamb of God, അവൻ ദൈവത്തിന്റെ കുഞ്ഞാട്. രണ്ടാമത് പറഞ്ഞു he is the one who baptized you with Holy Spirit. 2 കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് കൊടുക്കുന്ന, അവന്റെ when he is in the flesh കൊടുക്കുന്ന 2 കാര്യങ്ങൾ. in flesh he did, അപ്പൊ ഒന്നാമത് he did bear our sins and died for our sins and his mission was accomplished. അവൻ ജഡത്തിൽ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? and the resurrected Jesus has only one thing to do, to fill us with the Holy Spirit, and the rest of the things will be done by the Holy Spirit. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, അല്ലേ? പരിശുദ്ധാത്മാവിന്. അപ്പോൾ അവൻ ജഡത്തിൽ ജീവിച്ചപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓഫർ ചെയ്യുന്നു. ഇപ്പോഴവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ എന്തോ ചെയ്യും? ആൻഡ് ഹി വിൽ കം ബാക്ക് ആൻഡ് വിൽ ടേക്ക് us home. ഇതാണ് യേശുക്രിസ്തുവിന്റെ 4 വിധത്തിലുള്ള ചതുർമാന പ്രവൃത്തികൾ. He came in the flesh and he died for us. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, നമുക്ക് പകരമായിട്ട് മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അവൻ സ്വർഗത്തിലിരുന്ന് പിതാവിനോട് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫൈനലി he is coming back to take us back home. നമ്മളെ വീണ്ടും ഭവനത്തിലേക്ക്
മടക്കിക്കൊണ്ടുപോകാനായിട്ട് അവൻ വീണ്ടും വരുന്നു. എത്ര അനുഗ്രഹീതനായ ഒരു യേശു! നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ. ജീസസ് ഇൻ ദ ഫ്ലഷ്. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവനെക്കുറിച്ച് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, പറഞ്ഞു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ we see that he is bread of life, bread for the hungry. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, വിശന്നിരിക്കുന്നവൻ അവൻ ജീവന്റെ അപ്പമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഉള്ളവരെ എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഹി ഈസ് റെസ്റ്റ് ഫോർ ദ വെയറി. അവൻ ക്ഷീണിതർക്ക് എന്താണ്? ആശ്വാസമാണ്. ആൻഡ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ലിവിങ് വാട്ടർ ഫോർ ദ തേഴ്സ്റ്റി. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നിത്യമായി നിൽക്കുന്ന എല്ലാം കർത്താവ് നമുക്ക് നൽകുകയാണ്. ബിക്കോസ് ദ ബ്രെഡ് ഓഫ് ദിസ് വേൾഡ് പെരിഷസ്. 6-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്, നിർത്തുക. അത് ആർക്ക് വേണമെങ്കിലും തരാം. പക്ഷേ എന്താണ്? നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. ദാറ്റ് ഐ വിൽ ഗിവ്. അല്ലേ? ബാക്കിയുള്ള ആഹാരം എന്താണ്? നശിച്ചു പോകുന്ന ആഹാരം. ദ ബ്രെഡ് ദാറ്റ് പെരിഷസ്. ഇപ്പൊ കർത്താവ് പറയുന്നത് എന്നറിയാമോ? അത് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട. ഇന്നലെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഭക്ഷണം തന്നു, അതെനിക്ക് തരാം, കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഐ ക്യാൻ ഗിവ്, ബട്ട് ദാറ്റ് എനിബഡി ക്യാൻ ഗിവ്. ഹെരോദ് രാജാവ് നിശ്ചയിച്ചാലും വേണമെങ്കിൽ തരാനൊക്കെ ഉള്ളതേ ഉള്ളൂ. 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ, 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് നിശ്ചയിച്ചാലും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ രാജാവിന് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം എൻ്റെ ഉണ്ട്. എന്താണെന്നറിയാമോ? നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. അത് ഞാൻ നിങ്ങൾക്ക് തരും. അത് എനിക്കേ തരാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും എന്നറിയാമോ? എല്ലാവർക്കും തരാൻ പറ്റുന്ന കാര്യമാണ് കർത്താവിനോട് പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് മാത്രം തരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് വാങ്ങിക്കരുത്. സോ ദ ബ്രെഡ് ഓഫ് ദിസ് വേൾഡ് പെരിഷസ്, ദ റെസ്റ്റ് ഓഫ് ദിസ് വേൾഡ് ഇസ് ലിമിറ്റഡ് ആൻഡ് വാട്ടർ ഓഫ് ദിസ് വേൾഡ് ഡ്രൈസ് അപ്പ്. നമ്മൾ ഭൂമിയിലെ അപ്പം അത് നശിച്ചു പോകുന്നു. എന്താണ്? ലോകത്തിന്റെ റെസ്റ്റ് അത് ലിമിറ്റഡ് ആണ്, കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ആൻഡ് വാട്ടർ ഓഫ് ദിസ് വേൾഡ് ഡ്രൈസ് അപ്പ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വറ്റിപ്പോകുന്നതായ ഒരു വെള്ളം. എന്നാൽ യേശു പറയുന്നത് അറിയാമോ? ഐ എം ഓഫറിംഗ് യു എവർലാസ്റ്റിംഗ് ബ്രെഡ്, ഐ എം ഓഫറിംഗ് യു എവർലാസ്റ്റിംഗ് റെസ്റ്റ്, ആൻഡ് ഐ എം ഓഫറിംഗ് യു എവർലാസ്റ്റിംഗ് വാട്ടർ. അവിടെയാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മൾ ഭാഗം വായിക്കുമ്പോൾ കൂടാരപ്പെരുന്നാളിന്റെ സമയമാണത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടാരത്തിൽ കഴിഞ്ഞിരുന്ന കാര്യത്തെ ഓർത്ത് അവര് ആചരിക്കുന്ന ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ. നമ്മൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം, ലാസ്റ്റ് ഡേ, അവിടുത്തെ ഒരു പതിവ്, നോർമലി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതും ഇല്ലാത്തതുമായ പല കാര്യങ്ങൾ അവരുടെ പെരുന്നാളുകളിൽ അവർ ഉപയോഗിക്കാറുണ്ട്. ലാസ്റ്റ് ഡേയിലെ ഒരു പതിവ്, ഭക്തരായ ആളുകൾ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഡേ ആൻഡ് മെനി ഓഫ് ദം ആർ ഗോയിങ് ബാക്ക്, എല്ലാവരും മടങ്ങിപ്പോകാനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഭക്തരായ ആളുകൾ ശിലോഹാം കുളത്തിൽ ചെന്നിട്ട് ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഇങ്ങനെ വെച്ചോണ്ട് അവരിങ്ങനെ ഒരു പ്രൊസഷൻ പോലെ വരാറുണ്ട്. പ്രൊസഷൻ പോലെ, ദാറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ്. അല്ലെങ്കിൽ ആ ഭാഗം മൊത്തമായിട്ട് 12-ാം അധ്യായം മൊത്തമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ആ ഭാഗം മുഴുവൻ ഇതുമായിട്ട് യോജിച്ച് പോകുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടുകൂടി രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. അപ്പോൾ ശിലോഹാം കുളത്തിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് ഒരു പോവുകയാണ്. ലാസ്റ്റ് ഡേ ആണ്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമാണ്, രക്ഷയുടെ ഉറവുകൾ. ഇതിങ്ങനെ ഇവർ പ്രൊസഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോൾ കർത്താവ് ഇവരെ നോക്കി. കർത്താവിന് ഇവരുടെ സങ്കടം തോന്നി. കർത്താവ് എന്ത് ചെയ്യുന്നറിയാം? കർത്താവ് എപ്പോഴും ഈ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം മെറ്റാഫോറായിട്ട് ഉപയോഗിച്ചിട്ട് കർത്താവ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. എപ്പോഴും ഉണ്ട്. കർത്താവ് ഇത് കണ്ടിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ശിലോഹാം കുളത്തിലെ വെള്ളമാണ് രക്ഷയുടെ ഉറവുകളെന്നോ? പ്രിയമുള്ളവരെ, അത് വെറും നിഴലാണ്. എന്നാൽ പൊരുളായ ഞാനിവിടെ നിൽക്കുകയാണ്. ഞാൻ തന്നെ വന്നിരിക്കുന്നത്, ഞാനിവിടെ വന്നിരിക്കുന്നത് രക്ഷയുടെ ഉറവായിട്ടാണെന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അല്ലാതെ ശിലോഹാം കുളത്തിലെ വെള്ളം നിങ്ങൾ ഈ ഒരു ബക്കറ്റ് ഒരു ചെറിയ പാത്രത്തിലെ, നിങ്ങൾ ശിലോഹാം കുളത്തിലെ ഒരു പാനപാത്രം വെള്ളവുമായിട്ട് വന്നിട്ട് നിങ്ങൾ എന്തെടുക്കാൻ പോവുകയാണ്? ഇതിന് നിങ്ങളുടെ ദാഹം തീർക്കാൻ കഴിയുമോ? കർത്താവ് ചോദിക്കുകയാണ്. എന്താണ് തിരുവഴുത്തുകൾ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തിരുവഴുത്തുകൾ പറയുന്നത് പോലെ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. തിരുവഴുത്തുകളിൽ പറയുന്ന ഓരോ ഭാഗങ്ങൾ, വാഗ്ദാനം, അതൊക്കെ വായിച്ചു നോക്കിയാണ്ടല്ലോ, അതൊന്നും ഒരു കുളത്തിലെ വെള്ളത്തെ കുറിച്ചല്ല പറയുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശ വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു കുളത്തിലെ വെള്ളമല്ല, നീരൊഴുക്കാണ്, നിലയ്ക്കാത്ത പ്രവാഹമാണ്. കുറച്ചല്ല, ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കൾക്ക് മൊത്തം കുടിക്കത്തക്ക രീതിയിലുള്ള നീരൊഴുക്കാണ് കർത്താവോടെ ഓഫർ ചെയ്യുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 44-ാം അധ്യായം
യെശയ്യാവിന്റെ പ്രവചനം 44 അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദാഹിച്ചിരിക്കുന്നത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പൂൾ. ശിലോഹം കുളം പോലെ ഒരു ചെറിയ കുളത്തിന്റെ കാര്യമല്ല പറയുന്നത്, നിരന്തരമായ പ്രവാഹമാണ്. എസെക്കിയേൽ പ്രവചനത്തില് 47 അധ്യായത്തിൽ, യെഹെസ്കേൽ പ്രവചനം 47 അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ ആ നദി ഒഴുകി വരുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിരന്തരമായ ഒഴുക്കാണ് നമ്മളവിടെ കാണും, നിരന്തരമായ ഒഴുക്ക്. അവിടെ ആത്മനദിയുടെ ആ പ്രവാഹം ഇല്ലേ, ആത്മനദിയുടെ പ്രവാഹം എങ്ങനെയാണ്? ചെറിയ ഒരു ഒഴുക്കെന്നുള്ള നിലയിലല്ല, നമ്മെ മുക്കിക്കളയുന്നതായ പ്രവാഹമാണ്, നമ്മെ മുക്കിക്കളയുന്നതായ പ്രവാഹം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അത് കുളത്തിലെ വെള്ളം പോലല്ല, ഒരു ഭരണിയിലെ ഒരു ചെറിയ വെള്ളം പോലല്ല, ഒരു ബക്കറ്റിലെ വെള്ളം പോലല്ല. എന്താണ് അത്? നീരൊഴുക്കാണ്. ഇവരൊരു ചെറിയ ഒരു പാനപാത്രത്തിനകത്ത്, ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ട് വന്നപ്പോഴത്തെ കർത്താവ് ചോദിക്കുകയാണ്, വാട്ട് യു തിങ്ക്? ഇത് നിങ്ങളുടെ ദാഹം തീർക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നോ, നെവർ. ഐ ആം ഓഫറിംഗ് സംതിങ് മോർ ദാൻ ദാറ്റ്. ഐ ആം ഓഫറിംഗ് എ സ്ട്രീം ഓഫ് വാട്ടേഴ്സ്. ഐ ആം ഓഫറിംഗ് റിവേഴ്സ് ഓഫ് വാട്ടേഴ്സ് that will never dry up. ഒരിക്കലും മങ്ങിപ്പോകാത്ത, ഒരിക്കലും ഉണങ്ങിപ്പോകാത്ത വലിയ വെള്ള പ്രവാഹമാണ്, ജലപ്രവാഹമാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. സെക്കറിയാവിന്റെ പ്രവചനം 14. നോ, മെനി പാസേജസ് ലൈക്ക് ദാറ്റ്. തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിലയ്ക്കാത്ത പ്രവാഹം, ജലപ്രവാഹം. എന്നിട്ട് കർത്താവ് പറയുന്നത്, ആരെങ്കിലും ദാഹത്തോടെ എന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ ഞാൻ അവന് വാഗ്ദത്തം ചെയ്യുന്നത് റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ റിവർ, റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. കുളമല്ല, നദികൾ. അതാണ് വാഗ്ദാനം. നദികൾ ഒഴുകും, വറ്റാത്ത നദികൾ ഒഴുകും. അവിടെ പറയുന്ന 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇറ്റ് സേസ് അബൌട്ട് തേഴ്സ്റ്റ്, ഇറ്റ് ആസ്ക് യു ടു കം ആൻഡ് ബിലീവ്. ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും, ജീവജലം. ആൻഡ് ഓൾസോ ഇഫ് എനി മാൻ വുഡ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ യേശു പറഞ്ഞിരിക്കും, തന്നെ വിശ്വസിക്കുന്ന ലഭിക്കാനിരിക്കും. നമ്മൾ എഴുതിയിരിക്കുകയാണ്, ഇത് കുളിക്കാനുള്ള അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വേറൊരു നദിയെക്കുറിച്ചോ അല്ലെങ്കിൽ ജോർദാൻ നദിയെക്കുറിച്ചല്ല പറയും. ഇറ്റ് സേസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് യേശു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രേമത്തിലെ ഒരു മെറ്റാഫറാണ് വെള്ളം എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും. നോട്ട് ദാറ്റ് ഓൾ പ്ലേസസ് ഇറ്റ് ഈസ്. ചില സ്ഥലങ്ങളിൽ വലിയ വെള്ളപ്പൊക്കത്തെ ഒരു ന്യായവിധിയായിട്ട് കാണിക്കുന്നുണ്ട്. But rivers, streams and waters, these are all a metaphor for the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ രൂപകമായിട്ടാണ് പലർത്തും ഉപയോഗിക്കുന്നത്. സങ്കീർത്തനം 36 സങ്കീർത്തനം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. അല്ലേ? നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ഇറ്റ് ഈസ് ലിവിംഗ് വാട്ടർ ആൻഡ് ദ സ്ട്രീം. ജീവന്റെ ഉറവെന്ന് പറഞ്ഞിരിക്കുന്നത്, ജീവന്റെ ഉറവ്. ആ സ്ട്രീം എന്താണ്? ഇറ്റ് ഈസ് ലൈഫ് ആൻഡ് ദാറ്റ് ഗിവ്സ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. നിന്റെ പക്കൽ ആനന്ദ നദി ഉണ്ട്. കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്ന എന്താണ്? ഒരാനന്ദ നദിയാണ്, ഒരാനന്ദ നദി. ദാറ്റ് ഗിവ്സ് യു ഓൾ കൈൻഡ് ഓഫ് ജോയ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സം കൈൻഡ് ഓഫ് ഒരു ചെറിയ ഒരു സന്തോഷം എന്നുള്ളതല്ല, ആനന്ദ നദി, ആനന്ദ നദി. ഇനി ഐസയാ ചാപ്റ്ററിൽ തന്നെ 44 വെള്ളത്തെക്കുറിച്ച് പറയുന്നത്, ഐസയാ ചാപ്റ്റർ 44 അതിന്റെ നമ്മൾ മുമ്പേ വായിച്ച ഭാഗം തന്നെയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, വിൻഡോസ് അടയ്ക്കാതെ തന്നെ ഇരിക്കുക. അവിടെ എന്താണ്? അവിടെ ഞാൻ വരണ്ട സ്ഥലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. എന്താണ് ആ നീരൊഴുക്കുകൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സ്പിരിറ്റ്, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. നിന്റെ സന്തതി മേൽ ഞാൻ എന്ത് ചെയ്യും? ആത്മാവിനെ പകരും.